ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാടുള്ള തേനി ജില്ലയിൽപ്പെട്ട മേഘമല എന്ന് പറയുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ഏരിയ ആണ്. അത്യാവശ്യം നമ്മൾ നല്ലൊരു ഡ്രൈവും കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റുമാണ് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മേഘങ്ങളെ പ്രണയിച്ച മേഘമലയിലേക്കാണ് നമ്മുടെ യാത്ര. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്കൊരു 200 കിലോമീറ്ററാണ് മേഘമലയ്ക്ക് ഇവിടെ നിന്നുള്ളത്. മുണ്ടക്കയം, കുമളി, കമ്പം വഴിയാണ് നമ്മൾ തേനിയിലുള്ള ഈ മേഘമലയിലേക്ക് എത്തുന്നത്. പോകുന്ന യാത്രാമധ്യേ നമുക്ക് പച്ചക്കറി തോട്ടങ്ങളുടെ ഒരു കലവറ തന്നെ കാണാൻ സാധിക്കും. എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 260 കിലോമീറ്ററാണ് മേഘമലയ്ക്കുള്ളത്. പച്ചക്കറി തോട്ടങ്ങളുടെ ഇടയിലുള്ള ഈ കമ്പത്തൂടെയുള്ള യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. തേനി ഭാഗത്തുള്ള കാറ്റാടിപ്പാടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ മുമ്പിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് മില്ലുകൾ ഇഷ്ടം പോലെ പല ആളുകളുടെ പേരിൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദൃശ്യഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് പോകാം. തെങ്ങും തോപ്പാണ് ഈ കാണുന്നത്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. കാരണം കേരളത്തിനെക്കാളും കൂടുതൽ തെങ്ങുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും തെങ്ങുകളും ഉണ്ട്. പച്ചക്കറി അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. പച്ചക്കറികളും ഒക്കെ കമ്പം തേനി റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. കാളക്കുട്ടന്മാർ റോഡ് ഭരിക്കുകയാണ്. കണ്ടില്ലേ, റോഡ് നിറച്ച് കാളക്കുട്ടന്മാരാണ്. കമ്പത്തിലുള്ള കാളകൾ പിന്നെ നമ്മളെ നാട്ടിലും വളരെ ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ വന്ന് മേടിക്കുന്നത് ഇവിടെ നിന്നൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തേനി ഭാഗത്താണുള്ളത്. വണ്ടി സൈഡാക്കി വളരെ അടിപൊളിയായിട്ടുള്ളൊരു വൈബ്, നല്ലൊരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. ഒരു ആലും അതിനോട് ചേർന്ന് ഒരു വയലും ഒക്കെയാണ് ഇതായി കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. എന്തായാലും ഇത് വണ്ടി ഇവിടെ നിർത്തിയില്ല, ഭയങ്കര മിസ്സിങ് ആയിപ്പോൾ. അങ്ങനെ കണ്ടിട്ട് നിർത്തിയാണ്. ഇവിടെ കുറച്ച് കുട്ടവഞ്ചിയൊക്കെ, പഴയ കുട്ടവഞ്ചിയാണ്. കുട്ടവഞ്ചിയൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ബിജോണ്ടൻ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചൊക്കെ തരുന്നുണ്ട്. അവിടെ റിഷാദ് ഭായി എനിക്ക് തോന്നുന്നത് ആലിൻ്റെ വേരിൽ പിടിക്കുകയാണ്. ഞാലാനുള്ള പരിപാടിയിലാണ്. തേനിയിലെ മോഗ്ലിയാകാനുള്ള ശ്രമത്തിലാണ് റിഷാദ് ഭായി. ഇത് കണ്ടോ, എന്തൊരു ലുക്കാണെന്ന് എനിക്ക് ഇതിന്. ഈ നമ്മളെ കുട്ടനാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ കാണുമ്പോഴത്തേക്കിന് വയലൊക്കെ. മേഘമലയ്ക്ക് മുമ്പുള്ള ഒരു ടൗൺ എന്ന് പറയുന്നത് ചിന്നമന്നൂരാണ്. ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് ചിന്നമന്നൂരിൽ നിന്ന് മേഘമലയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കവർ ചെയ്തു. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തി. ചെക്ക് പോസ്റ്റിൽ ഏകദേശം ഒരു 6 മണിക്ക് മുമ്പ് എത്തണം, എന്നാലും അവർ കയറ്റി വിടൂ. ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഒന്നുമില്ല, നമ്മുടെ പേര്, വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി മേടിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചിന്നമന്നൂരിൽ നിന്ന് നേരെ മേഘമലയിലേക്കുള്ള ചെക്ക് പോസ്റ്റും കവർ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 18 ഹെയർ പിന്നുകളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. കയറിയപ്പോൾ തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്നമന്നൂർ വിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ടൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ ഒന്നും ഒരു കട പോലും ഇല്ലാത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പെട്രോളൊക്കെ അടിക്കേണ്ടവർക്ക് അവിടുന്ന് ചിന്നമന്നൂരിൽ നിന്ന് തന്നെ പെട്രോളൊക്കെ അടിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും സൗകര്യം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് പോയി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു കരുതൽ എല്ലാവർക്കും വേണം ഇവിടെ വരുന്നവർക്ക്. റോഡൊക്കെ നല്ല കിടില റോഡാണ്. നമ്മൾ ഈ എയർപിന്നൊക്കെ കയറുന്നതൊന്നും അറിയുന്ന പോലുമില്ല. മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നവരുടെ അനുഭവം വെച്ച് പറയുമ്പോൾ വളരെ മോശമായിരുന്നു റോഡ്. പക്ഷേ ഇപ്പോൾ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ട് റോഡ്. ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഏത് വണ്ടിയും വളരെ അനായാസം കയറി വരാൻ പറ്റും. ഈ വെള്ളം ഒലിച്ചിറങ്ങാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹെയർ പിൻ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് റോഡ് നശിക്കുന്നില്ല.
എനിക്ക് അടുത്ത് പണി കഴിഞ്ഞ പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് വേറെ ഇതിലേക്കൂടെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഉദ്ദേശിച്ച് തന്നെ ആവാം നല്ല രീതിയിൽ റോഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ തമിഴ്നാട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. കുറേ മണ്ണിടിച്ചിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നു. എനിക്ക് കുറച്ച് മുമ്പുണ്ടായ ഈ മഴയത്ത് വെള്ളപ്പൊക്കത്തിലൊക്കെ ആയിരിക്കാം. കഴിഞ്ഞ മഴയത്തെങ്ങാണ്ട് മണ്ണിടിഞ്ഞ് വീണതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ട ഈ റോഡിൻ്റെ നടുക്ക് മൊത്തം മണ്ണ് അത് മാറ്റിയതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണിടിഞ്ഞ് താഴെ ആ കുഴിയിലേക്ക് ഇവിടെ നിന്നുള്ള മരങ്ങളെല്ലാം ഒലിച്ച് ആ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ മല കയറിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഭാഗങ്ങൾ ഇതേപോലെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം മേഘമല എത്താറായി. ഈ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന അത്രത്തോളം ഹൈറ്റിൽ നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ മേഘമല എന്ന് പറയുന്നത്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മേഘമല എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡിൽ കരിമ്പുലി ഇറങ്ങുന്നാണ്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് 6 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റിൽ മറ്റുള്ളവരെ കടത്തിവിടാത്തത്. നമുക്ക് ആരെങ്കിലും ഇവിടെ താമസിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ബുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് മേഘമലയിലുള്ള ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. മേഘങ്ങളെ ചുംബിച്ച് നിൽക്കുന്ന ഈ മലനിരകൾ തന്നെയാണ് മേഘമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ മലനിരകളുടെ മുകളിലുള്ള തേയിലത്തോട്ടങ്ങൾ വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. നമുക്ക് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഗ്രീനറി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂന്നാർ പോലെ തന്നെ തോന്നും. ശരിക്കും തമിഴ്നാട്ടിലെ ഒരു മൂന്നാറാണ് ഈ തേനിയിലുള്ള ഈ മേഘമല. മേഘമലയുടെ ഈ പച്ചപ്പിന് മാറ്റുകൂട്ടുന്നതാണ് ഈ കാണുന്ന തടാകം. അതിവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്കതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകാം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ സാധിക്കും. പക്ഷെ ഇവിടെ നിന്ന് ആരും കുളിക്കുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എത്ര താഴ്ചയുണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങാണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു മലയുടെ മുകളാണ്. അതേപോലെ ഇതിന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായ ഒരു തേയിലത്തോട്ടവും അതേപോലെ ഒരു ഈ കാണുന്ന ഒരു ബാക്ക് വാട്ടേഴ്സും
ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡാമിൻ്റെ റിസർവോയർ ആയിട്ടാണ് വരുന്നതാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. അതേപോലെ ഒരു റൈഡ് നല്ല എയർ പിന്നുകളൊക്കെ കവർ ചെയ്ത് ഒരു കാട്ടിലുള്ള ഒരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും വേണ്ട.